ഭാവന വന്നാൽ എനിക്കൊരു ലഹരിയാണ്. സാറിനെ അവിടെ എങ്ങും കാണുന്നില്ല. ശാരദയോട് ഒരു പ്രത്യേകത കാണിച്ചിട്ടില്ലേ? ആളുകൾ പറയുന്ന പോലെ അത്രയൊന്നുമില്ല. ശാരദ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണല്ലോ എന്റെ നോവലിലെ മറ്റെല്ലാ കഥാപാത്രങ്ങളും നിൽക്കുന്നത്. അങ്ങനെ ഒരു രഹസ്യമുണ്ട്. ശാരദയോട് മധുവിന് അതിരുകവിഞ്ഞ ഇഷ്ടമുണ്ട്. ഞാനെന്താട്ടോ വിട്ടിച്ചിരിക്കുന്നത്? ഉത്തരവ് കുഞ്ഞിന് മനസ്സിലാക്കി കളഞ്ഞല്ലോ. ഒരു സാധാരണ പെണ്ണല്ല ശാരദ. ആ മാനസിക ഘടനയാണ് ആ കഥാപാത്രത്തിൻ്റെത്. പിന്നെ ഇതൊരു നോവലല്ലേ? ശാരദ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അതവളുടെ ഭർത്താവ് കാരണമല്ലേ? അപ്പോ കാസിംപിള്ള കാര്യം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഉത്തരവ് അവൾ ഹൃദയമുള്ളവളാണ്. തന്റെ കാര്യമെന്ന് തോന്നുമെങ്കിലും ആൾ പാവമാ. അതുകൊണ്ടാണോ നമ്മുടെ സാറ് എന്താ എന്താ മിസ്റ്റർ മധു? ഒരു തലവേദന. കർപ്പൂരം ഇരിപ്പുള്ളൂ. കർപ്പൂരം എന്തിന്? ഉത്തരവ് ഒരു പണിയുണ്ട്. നമ്മൾ കീഴ്വായ്പൂലിരിക്കുമ്പം നമ്മളെ കർത്താവദ്ദേഹമാണ് ഏവാൻ. തനിക്കിതുപോലെ കുറെ കഥയുണ്ട്. മിസ്റ്റർ മധു, ഞാൻ ഒരു ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, ഉടനെ അങ്ങ് മാറും. നമുക്ക് കാപ്പി കുടിക്കാൻ പോവാം. ഡൈനിങ് ഹാളിലേക്ക് പോവാം. അതെ അതെ, ശരി. വരണം. Come on, sit down, Mr. Masood. Thank you very much. കുഞ്ഞി ശാരദയുടെ കാര്യം ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ച് കുഞ്ഞിനെങ്ങനെ മനസ്സിലാക്കിയത്. എനിക്കിപ്പോഴാ പിടി കിട്ടിയത്. എനിക്കിതൊന്നും മനസ്സിലാവില്ല. കാപ്പി കുടിക്കണം. കാപ്പി മാത്രം മതി. ശാരദയ്ക്ക് അവളുടെ കൊച്ചിനോടുള്ളതിനേക്കാൾ സ്നേഹം മധുസാറിനുണ്ട്. വളരെ ശരി. കഥ എഴുത്തുകാരനുള്ള സ്നേഹം പോലും കഥാനായിക്ക് കുഞ്ഞിനോടില്ല. ഉത്തരവ് സാർ എന്നെ കൂടെ കൂടെ കാണുമെങ്കിലും ശാരദയുടെ ഈ കാര്യം കാസിംപിള്ള എപ്പോ പോകും? ഞാൻ ഇപ്പൊ തന്നെ പോവാ. നാളെ ആ മമ്മൂട്ടിയുടെ കേസ് അവധിക്ക് വെച്ചിരിക്കുന്നത്. എന്നാ പോയിക്കൊള്ളു. ഞാൻ 2-3 പോയിട്ട് നാളെ അങ്ങ് വരും. മതി മതി. എന്നാ ഞാനിങ്ങോട്ട്. എന്നാ ചെല്ല്. ഇപ്പോ തലവേദന എങ്ങനെയുണ്ട്? നല്ല ആശ്വാസമുണ്ട്. ആ ബോറം പോയപ്പോൾ, അല്ല, എന്റെ നായികയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പലതും ഓർത്തുപോയി. മാലതി ഒരു കലാകാരിയാണ്. കലാകാരന്മാരെ ആരാധിക്കുന്നവളാണ്. 3 ചിത്രങ്ങൾ. 3 വിലപ്പെട്ടത്. ഒന്ന് മഹാകവി വള്ളത്തോൾ, അടുത്തത് മഹാകവി കുമാരനാശൻ, മറ്റൊന്ന് അജ്ഞാതനായ കലാകാരൻ. അജ്ഞാതനായിരിക്കാൻ ശ്രമിച്ച കലാകാരൻ. അപ്പോൾ എന്റെ ഫോട്ടോ അർഹിക്കുന്ന നിലയിൽ തന്നെ അല്ലേ വെച്ചിരിക്കുന്നു? ഓഹോ, ഇതാണല്ലേ അർഹിക്കുന്ന നില. തെറ്റിദ്ധരിക്കരുത്, ആ പെണ്ണ് പിടിച്ചിട്ടതായിരിക്കും. മിസ്റ്റർ മധു, നിങ്ങളെ കാണാൻ ആലോചനകളൊക്കെ വന്നിരിക്കുന്നു. അവളെവിടെ? അമ്മണേ, അമ്മണേ, അമ്മണി, നീയാണോ? ആഹാ, കസ്തൂരിക്കായടി. അല്ല, ഞാൻ ഇവിടെ പോരുത്. ഞാനല്ല. കള്ളം പറയണം. ഇതിന് മാറിയിട്ടതാര്? നീയാണോ? പടം ഇപ്പൊ
ഭ്രാന്തന മോളെ, ഭ്രാന്തൻ. കരയാതെ. സാറ് മോളെ അമ്മയുടെ അടുത്തുണ്ടാക്കാം. ഫോട്ടോ ഇങ്ങ. തോളെ കിടക്കണത് അമ്മണി. അവൾക്ക് പനിക്കുന്നുണ്ട്. ഉറങ്ങുക. ഉണർത്താതെ എടുത്ത് അവളുടെ അമ്മയുടെ അടുത്താക്കണം. ഞാൻ കൊണ്ടുവന്നു മാത്രം പറയരുത്. ശരി. എങ്കിലും രാജഭക്തൻ കുറുപ്പിനെ ഇടിച്ചിടിച്ച് സർക്കാർ ഈ നിലവാരത്തിലേക്ക് ആക്കിക്കളഞ്ഞില്ല. എടോ, താൻ ഇനിയും ഈ രാജഭക്തിയും കൊണ്ടൊക്കെ നടക്കാതെ ഇടിച്ചിടിച്ച് ഈ പരുവായില്ലേ? നിങ്ങളൊക്കെ ഭാഗ്യവന്മാർ. നിങ്ങൾക്ക് ഇടിയില്ലല്ലോ. എനിക്ക് ഇന്നും മുറതെറ്റാതെ 2 നേരം കിട്ടുന്നുണ്ട്. എടോ, ഞങ്ങളെ ഇടിച്ചാലും കൊന്നാലും ഒരു വിവരവും കിട്ടത്തില്ലെന്ന് അവർക്കറിയാം. തന്നോട് ആ രവിയെ പറ്റി അവർ ഇനി ചോദിക്കുമ്പോ എനിക്കൊന്നും അറിയാൻ വയ്യായേ എന്ന് പറയാതെ പറയത്തില്ല എന്നൊന്ന് പറഞ്ഞു നോക്ക്. ഒറ്റ ദിവസം കൊണ്ട് ഇടിലിരിക്കും. സുഖമാണോ? രവി എവിടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം. പക്ഷെ കൊന്നാ പറയത്തില്ല. കൊള്ളാം കുറുപ്പേ, കൊള്ളാം. താൻ ഇന്നു മുതൽ മനുഷ്യനായി. തനിക്കറിയാം? അറിയാവളൂ. ഇവിടെ താൻ ഇനി എന്നെ ഇതിക്കുള്ള എന്തോ എടുക്കാനാ? ചാവുന്നെങ്കിൽ എന്നെ ചത്തോട്ടെ. ആഹാ, എടോ 265 ആ ചാക്കോലി ഉണ്ടോ? ഇവനൊന്ന് നിറക്കട്ടെ. ചാക്കോലി വെക്കടാ. കാണിച്ചു തരാം. ഓഹോ, എന്നോട് കോപിക്കുന്ന എന്തിനാ മമ്മൂട്ടി? തനിക്ക് ഒരു ജീവപര്യന്തം ഉറച്ചതാണ്. തന്റെ കെട്ടിയോള് ഈ ചെറുപ്രായത്തിൽ കെട്ടിയോളില്ലാതെ നടക്കണമല്ലോ എന്നങ്ങനെ ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു വിഷമം. അവൾക്ക് ആശയുണ്ടെങ്കിൽ അവളെ ഞാൻ സങ്കടപ്പെടുത്തില്ല. അവളുടെ 2ാം വിവാഹത്തിന് ഞാൻ ഒരിക്കലും തടസ്സമായി നിൽക്കില്ല. എന്നാ നബീസ പറഞ്ഞൊരു കാര്യം രഹസ്യമായിട്ട് ഞാൻ തന്നോട് പറയാം. വാ, അല്ലെങ്കിൽ നീ ഒഴിഞ്ഞ സെല്ലിലേക്ക് പോ. പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. ആരാ പുള്ളിക്കാരൻ? പുള്ളിക്കാരൻ പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. നബീസ ബേബി, നമ്മുടെ ശാരദ കൊച്ചിന് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ട്. കുറച്ച് കാറ്റ് കുറച്ച് കൊണ്ടുവന്ന് വെട്ടി അറിഞ്ഞ് പഴമുതിരയും കശപിശെല്ലാം കൂട്ടിച്ചേർത്ത് ഒരാൾ കൊടുക്ക. അവൻ ചതിച്ചല്ല മോളെ. ആരാ പപ്പ? മമ്മൂട്ടി. അവൻ തലാക്ക് ചൊല്ലി ഖത്തീബിന് എഴുത്തേ. ഓട്ടെ മോളെ, ഈ നോമ്പിന് മുമ്പ് ബാപ്പ കൊള്ളാവുന്ന ഒരുത്തിനെ കൊണ്ട് എന്റെ മോളെ കെട്ടി. ഇല്ല പപ്പ, ഇല്ല. എന്റെ കെട്ടിയവരെന്നെ മൊഴി ചൊല്ലത്തില്ല. ഇങ്ങേരൊരുത്തൻ പറഞ്ഞു കേൾപ്പിക്കുന്ന കള്ളമാണിത്. അടച്ചവനെ, ഇത് കേട്ട നമ്മൾ വേളയിൽ ഖത്തീബിന്റെ അടുത്ത് എഴുത്ത് മേടിച്ചു കാണിച്ചു തരാം. അവൻ ഇനി ഇറങ്ങി വന്നാൽ തന്നെ വേറൊരുത്തൻ കെട്ടി മൊഴി ചൊല്ലാതെ അവനക്ക് കെട്ടാനൊക്കൊന്നു. എന്നാരും കെട്ടണ്ട. അസനാരിയാക്ക പറയുന്നത് ഇനി നബീസാനെ തന്നെ മമ്മൂട്ടിക്ക് കെട്ടണമെങ്കിലും വേറൊരുത്തൻ കെട്ടി മൊഴിയൊല്ലാതെ ഒക്കത്തില്ലെന്നായി പറയുന്നത്. വേണ്ട. ഇത് കളിയല്ല പെണ്ണെ. ഒരുത്തം കെട്ടി മൊഴിയില്ല, വേറൊരുത്തം കെട്ടി മൊഴിയൊല്ലാതെ ആദ്യം കെട്ടിയവന് കെട്ടാൻ ഒക്കത്തില്ല. അത് പറല. അവൾ അറിയാൻ വയ്യാതെ പറഞ്ഞു പോയതാ. നമ്മളിനി ഇവിടെ നിൽക്കത്തില്ല. ഇല്ല, എന്റെ കെട്ടിയവരെന്നെ മൊഴി ചൊല്ലത്തില്ല. നിങ്ങൾ പറയുന്നത് കള്ളമാ. അയാൾ വാപ്പാടെ ചെവിയിൽ പറഞ്ഞത് എന്തുവാ? അത് വേറെ കാര്യം. അല്ല, എന്റെ കാര്യമാ. അല്ല മോളെ, ആണ് വാപ്പ. അയാള് പറഞ്ഞ കാര്യം ബാപ്പ പറയാം. നമ്മുടെ അമ്മണീനെ ഇന്ന് പോലീസുകാര് പിടിച്ചോണ്ട് പോവുക. അയ്യോ, അപ്പുവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ എഴുത്ത് ആര് കൊടുത്തെന്ന് അവനെ കൊന്നാൽ അവൻ പറയത്തില്ല. ഇനി ഈ കൊച്ചിനെ കൊണ്ട് എന്ന് ചോദിക്കാൻ അമ്മണിക്കറിയാമയ്യ വാപ്പ, അവൾക്കറിയാമയ്യ. നമ്മൾ എന്ത് ചെയ്യും മോളെ? ഈ കൊച്ചിനെ കൊണ്ടുവന്ന് പറഞ്ഞപ്പം നമ്മക്കും സങ്കടം വന്നു. നബീസ,